രാമ 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 രാമ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു രാമായണ മാസക്കാലത്തേക്ക് സ്വാഗതം. അപ്പോൾ രാമായണ പാരായണവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് സംശയങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കുണ്ട്. മുൻകാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീഡിയോകൾ ഹിന്ദു വിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിരിക്കലും പുതുതായിട്ട് ലഭിച്ച സംശയങ്ങളും ഒപ്പം തന്നെ ഒരു കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. രാമായണം പാരായണം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ചില കാര്യങ്ങൾക്ക് മേൽ നമുക്ക് പൂർണ്ണ വ്യക്തത ഉണ്ടാവുകയില്ല. അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. മാത്രമല്ല, അടുത്തൊരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ദിവസവും രാമായണം എപ്രകാരം പാരായണം ചെയ്യണം, എങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചെടുത്ത് ഒരു വീഡിയോയും വരുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം പൂർണ്ണമായിട്ട് കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഞാൻ കർക്കിടക മാസം 1-ാം തീയതി മുതൽ രാമായണം പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചിലപ്പോൾ ഇടയ്ക്ക് മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. രാമായണ പാരായണം തുടരുന്നതിനിടയിൽ മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ അത് മുടക്കമില്ലാതെ തുടർന്ന് കൊണ്ടുപോകുന്നത് ഏറ്റവും ഉചിതമാണ്. എന്നാൽ മനുഷ്യന്റെ കാര്യമല്ലേ, പലതരത്തിലുള്ള തിരക്കുകൾക്കിടയിൽ മുടങ്ങുക സ്വാഭാവികം തന്നെയാണ്. അങ്ങനെ മുടങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ദോഷം വരുമോ എന്ന് ചോദിച്ചാൽ യാതൊരു ദോഷവും വരികയില്ല. അപ്പം മുടങ്ങിപ്പോയ ഭാഗങ്ങളെ അടുത്ത ദിവസം നമുക്ക് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് കൂടുതൽ സമയമെടുത്ത് ചിലപ്പോൾ പാരായണം ചെയ്യേണ്ടി വന്നേക്കാം. എങ്കിലും നിങ്ങൾ അങ്ങനെ പാരായണം ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിൽ ഏറെ ഉത്തമം. മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും ഇത് മുടങ്ങുകയില്ല എന്ന് കരുതി തന്നെയാണ് രാമായണ പാരായണം ആരംഭിക്കുന്നത്. എന്നാൽ സാന്ദർഭികമായിട്ട് ചിലപ്പോൾ മുടക്കം ഉണ്ടായേക്കാം. ചില വ്യക്തികൾക്ക് മുടക്കം ഉണ്ടാകും എന്ന് കരുതിയിട്ട് മുടക്കമില്ലാതെ പാരായണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നും വന്നേക്കാം. ഇതെല്ലാം ഈശ്വര നിശ്ചയമാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നമുക്കാകെ കൂടി ചെയ്യാൻ പറ്റുന്നത് രാമായണ പാരായണം ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇടയ്ക്ക് മുടങ്ങിപ്പോയാൽ അത്രയും ദൂരം നമ്മൾ പാരായണം ചെയ്തതിൻ്റെ പൂർണ്ണ പുണ്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം: എൻ്റെ കയ്യിലുള്ള രാമായണത്തിൽ പദ്യവുമുണ്ട്, അതിൻ്റെ അർത്ഥവുമുണ്ട്. അപ്പോൾ പാരായണം ചെയ്യുമ്പോൾ ഈ പദ്യവും അർത്ഥവും ഒരുമിച്ച് പാരായണം ചെയ്യുന്നതിൽ ദോഷമുണ്ടോ എന്നുള്ളതാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടായിട്ട് നമ്മൾ മേടിക്കുമ്പം അതിൻ്റെ ശ്ലോകങ്ങളെയാണ് നമ്മൾ പൊതുവിൽ പാരായണത്തിനായിട്ട് എടുക്കുക. അതിൻ്റെ വ്യാഖ്യാനം ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളും നിലവിലുണ്ട്. എങ്കിലും പാരായണത്തിന് നമ്മൾ ശ്ലോകങ്ങളെ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മളിവിടെ ശ്ലോകങ്ങളെ പാരായണം ചെയ്താൽ മതി. അർത്ഥം നിർബന്ധമില്ല. പാരായണം ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നേ പറയാനുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് ആ ശ്ലോകങ്ങളെ പൂർണ്ണമായിട്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം: അധ്യാത്മരാമായണമാണോ വാത്മീകി രാമായണമാണോ പാരായണം ചെയ്യാനുള്ളത്? പലപ്പോഴും പല വ്യക്തികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അധ്യാത്മരാമായണം വാത്മീകി രാമായണത്തിൽ നിന്ന് എഴുത്തച്ഛൻ എഴുതിയതല്ലേ, അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് എഴുതിയതല്ലേ, അതുകൊണ്ട് മൂലഗ്രന്ഥമായിട്ടുള്ള അധ്യാത്മരാമായണമല്ലേ പാരായണം ചെയ്യേണ്ടത് എന്നാണ് പലരുടെ സംശയം. എന്നാൽ കർക്കിടക മാസത്തിലെ അധ്യാത്മരാമായണ പാരായണത്തിനാണ് കൂടുതൽ ഫലസിദ്ധ്യത. കിളിപ്പാട്ട് രൂപത്തിൽ എഴുതപ്പെട്ട ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ
അധ്യാത്മ രാമായണമാണ് നമ്മൾ കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വാൽമീകി രാമായണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പാരായണം ചെയ്യാം. പക്ഷേ കർക്കിടക മാസ വിധിയിൽ പറയുന്നത് അധ്യാത്മ രാമായണം എഴുത്തച്ഛൻ്റെത് പാരായണം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നാലാമത്തെ ചോദ്യം, അച്ഛൻ മരിച്ചിട്ട് 1 വർഷം പൂർത്തീകരിച്ചിട്ടില്ല, ഈ കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യാമോ എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടു പോയാൽ ചിലർ 1 വർഷ കാലയളവ് അധ്യാത്മ രാമായണം പാരായണം ചെയ്യാതിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആവശ്യമില്ല. 16 കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ ചടങ്ങുകൾ പങ്കെടുക്കാവുന്ന ആ പുല തീർന്നു കഴിഞ്ഞു. പിന്നെ രാമായണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പം മരണപ്പെട്ട് കിടക്കുന്ന ആളുടെ തലയ്ക്കൽ പോലും രാമായണം പാരായണം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമുക്കുള്ളത്. പക്ഷേ രാമായണ മാസ പാരായണത്തിൽ ഈ 16 കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് രാമായണ പാരായണം പാടില്ല. ഒരാൾ മരണപ്പെട്ട് 16 കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ കാലയളവിൽ നമ്മൾ പാരായണം തുടരില്ല. അതായത് ദൈവികമായ രീതിയിൽ മാസാചരണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് സ്വതവേ നമ്മൾ വൈകുന്നേരങ്ങളിൽ രാമായണം പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ആവാം. പക്ഷേ മാസാചരണം എന്നുള്ളത് വ്യത്യസ്ത തരത്തിലാണ്. 1-ാം തീയതി മുതൽ 31 വരെ നീളുന്ന ഒരു മാസത്തിൻ്റെ ആചരണമാണത്. ആ രീതിയിൽ നമ്മൾ പാരായണം ചെയ്യില്ല. ഇവിടെ ഇപ്പോൾ അച്ഛൻ മരണപ്പെട്ടിട്ട് 1 വർഷം തികഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതിൽ പ്രശ്നമൊന്നുമില്ല. 16 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരായണം ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. മാസാചരണത്തിൽ അതിൽ വിലക്കില്ല. 5-ാമത്തെ ചോദ്യം, വിളക്ക് തെളിയിക്കാതെ രാമായണ പാരായണം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഇവിടെ ചോദ്യകർത്താവ് ഒന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് വൈകുന്നേരമേ വിളക്ക് തെളിയിച്ച് തൊഴുത് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. രാവിലെ വിളക്ക് തെളിയിക്കാതെ രാവിലെ സമയത്തും കൂടെ രാമായണം പാരായണം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം. അദ്ദേഹം വൈകുന്നേരം നിലവിളക്ക് തെളിയിച്ച് രാമായണ പാരായണം ചെയ്യുന്നുണ്ട്. രാവിലെയും പാരായണം ചെയ്യുന്നത് നിലവിളക്ക് തെളിയിക്കുന്നത് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ പാരായണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ വൈകുന്നേരവും നിലവിളക്ക് തെളിയിക്കാത്ത ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അത് മാസാചരണം എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ അത് അത്ര പൊരുത്തപ്പെടുന്ന കാര്യമല്ല. മാസാചരണത്തിൽ ഒരു നിലവിളക്കും കൂടെ തെളിയിച്ച് സന്ധ്യാസമയത്തെ ഗീതികൾ വ്യക്തമായ രീതി വേണമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു ഹോസ്റ്റലിലോ മറ്റൊക്കെ നിന്ന് പോകുന്ന ഒരാൾക്ക് ഇതിനൊന്നും സാധ്യമില്ല എന്ന് വരികയാണെങ്കിൽ അയാൾ നിലവിളക്ക് തെളിയിക്കാതെ പ്രാർത്ഥിച്ചോളൂ, അതിൻ്റെ പുണ്യം കിട്ടും, പാരായണം ചെയ്തോളൂ. പിന്നെ ഇതുപോലും ചിലപ്പോൾ സാധ്യമില്ലാത്ത ചില വ്യക്തികൾ ഈ സമയത്ത് തൊഴുകൈകളോട് കൂടി ഇരുന്നിട്ട് അധ്യാത്മരാമായണം ശ്രവിക്കും. അത് ചിലപ്പം യൂട്യൂബിൽ പ്ലേ ചെയ്യുന്നതാവാം, അവരുടെ കയ്യിൽ വേറെ ഫയൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ടി വിയിലോ റേഡിയോയിലോ ഒക്കെ ഇട്ടിട്ട് കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അങ്ങനെയും ആകാന്ന ശ്രവണവും ഇതിന് വലിയ കാര്യമാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാം. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിൽ നിലവിളക്ക് തെളിയിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് പാരായണം ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ആചരണം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പൂർണ്ണത വേണമെങ്കിൽ നിലവിളക്ക് തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കൂ, അത് പൂർണ്ണമാണ്. 6-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, കർക്കിടകം 1 തൊട്ട് രാമായണ പാരായണം ആരംഭിച്ചില്ലെങ്കിൽ പിന്നെ പാരായണം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, അല്ലെങ്കിൽ ഗുണങ്ങൾ കിട്ടുകയില്ലേ, അല്ലെങ്കിൽ ദോഷമുണ്ടാകുമോ എന്നൊക്കെയാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. കർക്കിടകം 1-ന് ചിലപ്പോൾ ചിലർക്ക് രാമായണ പാരായണം ആരംഭിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നിക്കാം. ചിലർക്ക് കർക്കിടകം 1-ന് ആരംഭിച്ചിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പം പാരായണം ചെയ്യാൻ കഴിയാതെ പോയേക്കാം. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്ന് തൊട്ട് പാരായണം ചെയ്ത് തുടങ്ങാൻ പറ്റുമോ ആ ദിവസം തൊട്ടെങ്കിലും ആരംഭിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ കർക്കിടകം 1-ന് തുടങ്ങാൻ പറ്റിയില്ല, എന്തോ കാരണം കൊണ്ട് 2-ാം തീയതിയോ 3-ാം തീയതിയോ 5-ാം തീയതിയോ ആയപ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം വന്നത്. ആയിക്കോട്ടെ എന്നേ, അവിടെ മുതലെങ്കിലും നിങ്ങൾ ആ ഭക്തി പുരസ്സരം അത് പാരായണം ചെയ്യുക, അല്ല തെറ്റില്ല. 7-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, കടം കൊണ്ട രാമായണം പാരായണം ചെയ്താൽ കടം കയറുമോ എന്നുള്ളതാണ്. അതായത് ഇതിൽ സാന്ദർഭികമായിട്ട് വാട്സപ്പിലൂടെ വന്ന മെസ്സേജാണ്. അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ കയ്യിലൊരു രാമായണം ഇല്ല, പക്ഷെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ഒരു രാമായണം എടുക്കുന്നതിൽ വിരോധമില്ല, അവർക്ക് കൊണ്ടുവന്ന് പാരായണം ചെയ്യുന്നത് മറ്റു വീട്ടുകാർക്ക് കൊടുക്കും. പക്ഷെ അങ്ങനെ പാരായണം ചെയ്ത് തുടങ്ങാൻ പോയപ്പോൾ ഒരു മുത്തശ്ശി പറഞ്ഞു പോലും, ഈ രാമായണ കടം മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ പാരായണം ചെയ്തു തുടങ്ങി ആ വീട്ടിൽ കടം കൂടും എന്ന് പറഞ്ഞു. തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ അത്. അതായത് നമ്മൾ ഒരാൾ നമുക്ക് രാമായണം തന്നു, ചിലപ്പോൾ അത് ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പാരായണം ചെയ്യുന്ന വ്യക്തികളെ പോലും എനിക്കറിയാം. എന്തായാലും ഇങ്ങനെ രാമായണം ആരെങ്കിലും ഇങ്ങനെ പാരായണം ചെയ്യാനില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാൾ സഹായിച്ച് രാമായണം അയാൾക്കൊന്ന് മേടിച്ചു കൊടുക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഞാൻ എല്ലാ കൊല്ലവും ഒരു 10 പേർക്കെങ്കിലും ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട്. ഇക്കൊല്ലവും ഞാൻ അത് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ 1
രണ്ടോ പേർക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് താല്പര്യമുള്ളവർക്ക് അത് മേടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ പക്ഷം. നിങ്ങൾക്കും അതുകൊണ്ടുള്ള പ്രയോജനം, ഒരു രാമായണം അയാളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന ജന്മപുണ്യം അത് നിങ്ങൾക്കും വരും. വേറെ പല വലിയ പൂജകൾ ചെയ്താൽ കിട്ടാത്ത പുണ്യം നിങ്ങൾക്കവിടെ സിദ്ധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കടം കൊണ്ട രാമായണം, അതായത് ഒരാൾ നമുക്ക് തന്ന രാമായണം പാരായണം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? നമുക്ക് കടം കയറും? ഒരു കടവും കയറില്ല. പകരം തന്ന ആളിനും പുണ്യം, നമുക്കും പുണ്യം. അത്രയും മനസ്സിലാക്കുക. 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ ശ്രമിക്കുക. 8ാമത്തെ ചോദ്യം, ഏകശ്ലോകി രാമായണം ചൊല്ലിക്കഴിഞ്ഞാൽ രാമായണം പൂർണ്ണമായി ചൊല്ലിയതിൻ്റെ ഗുണം ലഭിക്കുമെന്ന് ചിലർ പറയുന്നുണ്ട്. കർക്കിടക മാസത്തിൽ ഏകശ്ലോകി രാമായണം ചൊല്ലിയാൽ മതിയോ? ഈ അടുത്ത കാലത്ത് പലരും ഇങ്ങനെയൊക്കെ അഭിപ്രായപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലുമല്ല. ഏകശ്ലോകി രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാമായണത്തിൻ്റെ ഒരു ഉള്ളടക്കത്തെ മാത്രം ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതേ ഉള്ളൂ. അല്ലാതെ രാമായണത്തിൻ്റെ സാരത്തെ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, രാമായണത്തിൽ നമ്മൾ ഓരോ മുഹൂർത്തത്തിലൂടെയും കടന്നു പോകുന്ന അതിൻ്റെ ഒരു ഗുണവും ഇതിൽ കിട്ടുന്നില്ല. പക്ഷെ ഇന്നത്തെ ആൾക്കാർക്ക് ഈ ക്യാപ്സ്യൂൾ സമ്പ്രദായം ഇഷ്ടമാണല്ലോ. നമുക്കറിയാലോ, നല്ല വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ റീൽസിൻ്റെയും ഷോർട്സിൻ്റെയും പിറകെ നിൽക്കണ കണ്ടിട്ടില്ലേ? 1 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് അറിയുക എന്നുള്ള രീതിയിലാണ് അവർ അതിനെ തിരഞ്ഞെടുക്കുക. പക്ഷേ നമ്മുടെ ഇത്തരം കർമ്മങ്ങളിലും നമ്മുടെ ഈ പ്രാർത്ഥനകളിലൊക്കെ 1 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 സെക്കൻഡ് അല്ല 1000 വർഷങ്ങൾ കാത്തുകിട്ടിരുന്നാലും ഇതിൻ്റെ ഗുണമൊന്നും കിട്ടാൻ പോണില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രാക്ടീസ് എന്നത്, സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് വെച്ചാൽ ആനന്ദമാണ്, ക്ഷമയോടുകൂടി. നമുക്ക് കണ്ട് അറിയില്ലേ, പണ്ടത്തെ ഋഷി വര്യന്മാർ എത്ര കഠിന തപം, എത്ര വർഷമാണ് തപസ് ചെയ്തിട്ടാണ് ഓരോ പുണ്യങ്ങളെ നേടിയെടുക്കുന്നത്. അപ്പോൾ ഒരു ശ്ലോകം പെട്ടെന്ന് ചൊല്ലി എൻ്റെ പണി പൂർത്തിയായി, ഇനി എല്ലാ ഗുണങ്ങളും എനിക്ക് കിട്ടും എന്ന് പഠിപ്പിച്ച് തരുന്നതേ തെറ്റാണ്. അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് അതിൻ്റെതായ മുറയ്ക്ക് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ആ സമയത്ത് വാൽമീകിക്കോ അല്ലെങ്കിൽ എഴുത്തച്ഛനോ ഒരു ശ്ലോകം എഴുതി വെച്ചിട്ട് എല്ലാവരും പഠിച്ചുകൊണ്ട് പോകുമല്ലോ എന്നുള്ള രീതിയിൽ എഴുതിയാൽ പോരായിരുന്നു. എന്തിനാ ഇത്രയും വലിയ എഴുത്ത് ഇതിന് പിന്നിലുണ്ടായത്? അത് നമുക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് കുറുക്ക് വഴികൾ തേടാതെ നേർവഴിയിലേക്ക് സഞ്ചരിക്കുക എന്നാണ് ഇതിൽ പറയാനുള്ളത്. 9ാമത്തെ കാര്യം, ആർത്തവകാലത്ത് രാമായണം പാരായണം ചെയ്യാമോ എന്നുള്ളതാണ്. എല്ലാ വർഷവും ഈ ചോദ്യം പതിവാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാസാചരണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അധ്യാത്മരാമായണം പാരായണം ചെയ്യുമ്പോൾ ആർത്തവ കാലയളവിൽ ചെയ്യില്ല. എന്നാൽ ഒരു അധ്യാപിക സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ രാമായണത്തിൻ്റെ പാഠഭാഗം ഉണ്ടെങ്കിൽ ആ അധ്യാപികയ്ക്ക് അവരുടെ മാസമുറക്കാലത്താണെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് ചെയ്യാം. പക്ഷെ മാസാചരണം നിലവിളക്ക് തെളിയിച്ച് വെച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആർത്തവ കാലയളവിൽ നമ്മളത് ചെയ്യാറില്ല. ഹൈന്ദവരുടെ ഒരു രീതിയാണ്. 10ാമത്തെ ചോദ്യം, രാമായണ പാരായണം ഏതെങ്കിലും കാരണവശാൽ കർക്കിടകം 31 തന്നെ പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? യാതൊരു ദോഷവും വരുന്നില്ല. നിങ്ങൾ അത്രയും നേരം പ്രാർത്ഥിച്ചതിൻ്റെ പുണ്യവും കിട്ടും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് 31 നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ അതങ്ങ് പൂർത്തീകരിക്കുക. അത്രയേ ഉള്ളൂ. അത് വലിയ കഠിനകരമായിട്ടുള്ളൊരു വിഷയമായിട്ട് എടുക്കേണ്ടതൊന്നുമില്ല. പക്ഷേ 31 അത് പൂർത്തീകരിച്ച് ആ മാസാചരണം നമുക്ക് ആചരണം എന്നുള്ള രീതിയിൽ അത് കൃത്യമാക്കാൻ പറ്റും. അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട കുറേ സംശയങ്ങൾക്കുള്ള മറുപടി നൽകിയിട്ടുണ്ട്. ഇനിയും സംശയങ്ങൾ ഏറെ ഉണ്ടാവും. പഴയ വീഡിയോകൾ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റ് സംശയങ്ങൾക്കുള്ള മറുപടി അതിലുണ്ട്. ഇനി വീണ്ടും ചില സംശയങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രധാനപ്പെട്ട സംശയങ്ങൾ ഇതിൽ പ്രതിപാദിക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ അത് പറഞ്ഞ് നിങ്ങൾക്കൊരു മറുപടിയായിട്ട് നൽകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.